ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു സാധാരണ പ്രണയകഥയല്ല. ഒരു രാജകുമാരിയും ഒരു മന്ത്രികുമാരനും തമ്മിലുള്ള പ്രണയം, അവരെ വേർപിരിക്കാൻ ശ്രമിച്ച ചതികൾ, ഒരു ഭയാനകമായ രാത്രി, ജിന്നുകളുടെ ലോകത്തിലേക്ക് കൊണ്ടുപോയ ഒരു രാജകുമാരി, അവളെ രക്ഷിക്കാൻ ലോകം ചുറ്റിയൊരു യുവാവ്. ഇത് ഹുസ്നുൽ ജമാലിൻ്റെയും ബദറുൽ മുനീറിൻ്റെയും കഥയാണ്. ഈ കഥ കേട്ടാൽ നിങ്ങൾക്കൊരു സിനിമ കാണുന്ന പോലെ അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കുക. ഒരു വലിയ രാജ്യം, സമ്പത്തും ശക്തിയും നിറഞ്ഞൊരു സാമ്രാജ്യം. ആ രാജ്യത്തെ ജനങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. പക്ഷേ ആ രാജ്യമെങ്ങും പ്രശസ്തമായിരുന്ന ഒരു കാര്യം: രാജാവിൻ്റെ കൊട്ടാരം. ആ കൊട്ടാരം അത്രയും മനോഹരമായിരുന്നു. അത് കണ്ടാൽ ആളുകൾക്ക് സ്വർഗം പോലെ തോന്നും. വലിയ മതിലുകൾ, സ്വർണവാതിലുകൾ, മണിമുത്തുകൾ കൊണ്ട് അലങ്കരിച്ച മന്ദിരങ്ങൾ. അവിടെ തന്നെയാണ് ജീവിച്ചിരുന്നത് ആ രാജ്യത്തിൻ്റെ ഏറ്റവും സുന്ദരിയായ രാജകുമാരി. അവളുടെ പേര് ഹുസ്നുൽ ജമാൽ. ജമാൽ എന്ന പേര് തന്നെയാണ് സൗന്ദര്യം എന്നർത്ഥം. അവളുടെ പേര് പോലെ തന്നെയായിരുന്നു അവളുടെ രൂപവും. ചന്ദ്രനെപ്പോലെ പ്രകാശിക്കുന്ന മുഖം, മൃദുവായ സ്വഭാവം, കരുണ നിറഞ്ഞ ഹൃദയം. രാജ്യത്തിലെ എല്ലാവരും അവളെ സ്നേഹിച്ചു. രാജാവിന് വളരെ വിശ്വസ്തനായൊരു മന്ത്രിയുണ്ടായിരുന്നു. അവൻ രാജാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ആ മന്ത്രിക്കൊരു മകനുണ്ടായിരുന്നു. അവൻ്റെ പേര് ബദറുൽ മുനീർ. ബദറുൽ മുനീർ ബാല്യത്തിൽ തന്നെ വളരെ ബുദ്ധിമാനും ധീരനുമായിരുന്നു. രാജാവ് മന്ത്രിയെ വിശ്വസിച്ചതുകൊണ്ട് അവൻ്റെ കുടുംബം പലപ്പോഴും കൊട്ടാരത്തിലേക്ക് വരാറുണ്ടായിരുന്നു. അങ്ങനൊരു ദിവസം ഹുസ്നുൽ ജമാലും ബദറുൽ മുനീറും ആദ്യമായി കണ്ടുമുട്ടി. ആ സമയത്ത് അവർ രണ്ടുപേരും കുട്ടികളായിരുന്നു. അവർ ആദ്യം സാധാരണ കുട്ടികൾ പോലെ കളിച്ചു. പക്ഷേ ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളായി. കൊട്ടാരത്തിലെ പൂന്തോട്ടങ്ങൾ. കൊട്ടാരത്തിന് പിന്നിൽ വലിയൊരു പൂന്തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ നൂറുകണക്കിന് പൂക്കൾ, മനോഹരമായ കുളങ്ങൾ, മരങ്ങളുടെ നിഴൽ, പക്ഷികളുടെ ശബ്ദം. അവിടെയാണ് ഹുസ്നുൽ ജമാലും ബദറുൽ മുനീറും മണിക്കൂറുകളോളം കളിച്ചിരുന്നത്. അവർ ഒരുമിച്ച് ഓടും, ഒരുമിച്ച് ചിരിക്കും, കഥകൾ പറയും. ചിലപ്പോൾ കുളത്തിൻ്റെ അരികിലിരുന്ന് ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണും. ആ സമയത്ത് അവർക്കറിയില്ലായിരുന്നു ഈ സൗഹൃദം ഒരു ദിവസം വലിയൊരു പ്രണയമായി മാറുമെന്ന്. കാലം മാറുന്നു. കാലം ഒരിക്കലും നിൽക്കില്ല. വർഷങ്ങൾ കടന്നു. ചെറുപ്പക്കാരായിരുന്ന അവർ ഇപ്പോൾ യുവാക്കളായി വളർന്നു. ഹുസ്നുൽ ജമാൽ ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും സുന്ദരിയായ യുവതിയായി മാറി. ബദറുൽ മുനീർ ധീരനായൊരു യുവാവായി വളർന്നു. ഒരു ദിവസം അവർ പൂന്തോട്ടത്തിൽ ഒരുമിച്ച് സംസാരിക്കുകയായിരുന്നു. പക്ഷെ ആ ദിവസം ഒരു വിചിത്രമായ നിശബ്ദത ഉണ്ടായിരുന്നു. കാരണം അവർ രണ്ടുപേരും ഒരേ കാര്യം മനസ്സിലാക്കിയിരുന്നു. അവരിനി സാധാരണ സുഹൃത്തുക്കളല്ല. അവരുടെ ഹൃദയങ്ങളിൽ ഒരു പുതിയ വികാരം വളർന്നിരുന്നു. അതത് പ്രണയം. പ്രണയത്തിൻ്റെ തിരിച്ചറിവ്. ഒരു ദിവസം മുനീർ ജമാലിനോട് ചോദിച്ചു: ജമാൽ, ഒരു ദിവസം ഞാൻ നിന്നെ കാണാതെ പോയാൽ നിനക്കെന്തു തോന്നും? ജമാൽ അല്പം നിശബ്ദമായി. പിന്നീട് അവൾ പതുക്കെ പറഞ്ഞു: എനിക്ക് നിനക്കില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ മുനീറിൻ്റെ ഹൃദയം ശക്തമായി മിടിച്ചു. അവനും അതേ കാര്യം അനുഭവിച്ചിരുന്നു. അന്നു മുതൽ അവരുടെ ജീവിതം മാറി. അവരിപ്പോൾ പരസ്പരം ഒരിക്കലും പിരിയാൻ കഴിയാത്തവരായി. രഹസ്യപ്രണയം. പക്ഷേ അവരുടെ പ്രണയം വളരെ അപകടകരമായിരുന്നു. കാരണം ജമാൽ ഒരു രാജകുമാരിയായിരുന്നു, മുനീർ ഒരു മന്ത്രിയുടെ മകൻ മാത്രം. രാജകീയ നിയമങ്ങൾ പ്രകാരം രാജകുമാരിയുടെ വിവാഹം സാധാരണയായി വലിയ രാജകുടുംബങ്ങളുമായി മാത്രമേ നടക്കാറുള്ളൂ. അതുകൊണ്ട് അവർ അവരുടെ പ്രണയം ആരുമറിയാതെ രഹസ്യമായി സൂക്ഷിച്ചു. അവർ കൊട്ടാരത്തിലെ അത്തപ്പുരങ്ങളിൽ, പൂന്തോട്ടങ്ങളിൽ, രഹസ്യവഴികളിൽ ഒരുമിച്ച് കണ്ടുമുട്ടും. അവരുടെ ഓരോ കൂടിക്കാഴ്ചയും സന്തോഷം നിറഞ്ഞതായിരുന്നു. പക്ഷെ അവർക്കറിയില്ലായിരുന്നു കൊട്ടാരത്തിനുള്ളിൽ ചില കണ്ണുകൾ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ചാരന്മാർ. കൊട്ടാരത്തിൽ രാജാവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചില ചാരന്മാരുണ്ടായിരുന്നു. അവരുടെ ജോലി ഒരേ ഒന്നായിരുന്നു: കൊട്ടാരത്തിലെ എല്ലാ കാര്യങ്ങളും രാജാവിനെ അറിയിക്കുക. ഒരു ദിവസം അവരൊരു വിചിത്രമായ കാര്യം ശ്രദ്ധിച്ചു. രാജകുമാരി ജമാൽ മന്ത്രിയുടെ മകൻ മുനീറുമായി പലപ്പോഴും രഹസ്യമായി കാണുന്നു. ആദ്യത്തിൽ അവരത് വിശ്വസിച്ചില്ല. പക്ഷെ പിന്നീട് അവർ ഉറപ്പിച്ചു: ഇത് സാധാരണ സൗഹൃദമല്ല, ഇത് പ്രണയം. അവരുടൻ ഈ വിവരം രാജാവിൻ്റെ ചെവിയിലെത്തിക്കാൻ തീരുമാനിച്ചു. ഇവിടെ നിന്നാണ് കഥയിലെ വലിയ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. രാജാവിന്റെ കോപം കൊട്ടാരത്തിൽ പ്രവർത്തിച്ചിരുന്ന ചാരന്മാർ ഒടുവിൽ ഒരു ദിവസം രാജാവിന്റെ മുമ്പിലെത്തി. അവർ വിനയത്തോടെ തലകുനിച്ചു നിന്നു. രാജാവ് ചോദിച്ചു, എന്താണ് കാര്യം? ചാരന്മാരിൽ ഒരാൾ പതുക്കെ പറഞ്ഞു,
മഹാരാജാവേ, ഒരു കാര്യം അറിയിക്കേണ്ടതുണ്ട്. രാജാവ് അല്പം ആശ്ചര്യത്തോടെ അവനെ നോക്കി. പറയൂ. അപ്പോൾ ചാരൻ പറഞ്ഞു, രാജകുമാരി ഹുസ്നുൽ ജമാൽ മന്ത്രിയുടെ മകൻ ബദറുൽ മുനീറുമായി രഹസ്യമായി കാണുന്നു. ആ വാക്കുകൾ കേട്ട നിമിഷം രാജാവിന്റെ മുഖം മാറി. അവന്റെ കണ്ണുകൾ കോപത്തോടെ കത്തിപ്പൊളിഞ്ഞു. എന്താണ് നീ പറയുന്നത്? ചാരന്മാർ പറഞ്ഞു, മഹാരാജാവേ, ഞങ്ങൾ പല ദിവസങ്ങളായി ഇത് ശ്രദ്ധിക്കുന്നു. അവർ കൊട്ടാരത്തിലെ പൂന്തോട്ടങ്ങളിലും മറ്റും രഹസ്യമായി കണ്ടുമുട്ടുന്നു. കോപം അതിരുകടന്നു. മന്ത്രി കുടുംബം പുറത്താക്കൽ. രാജാവ് ഉടൻ മന്ത്രിയെ വിളിക്കാൻ ഉത്തരവിട്ടു. മന്ത്രിയും അത്ഭുതത്തോടെ രാജാവിന്റെ മുന്നിലെത്തി. രാജാവ് കടുത്ത ശബ്ദത്തിൽ ചോദിച്ചു, നിന്റെ മകൻ രാജകുമാരിയെ രഹസ്യമായി കാണുന്നുണ്ടോ? മന്ത്രി അമ്പരന്നു. അവൻ ഉടൻ തല കുനിച്ചു പറഞ്ഞു, മഹാരാജാവേ, എനിക്കതറിയില്ല. പക്ഷേ രാജാവിന്റെ കോപം ശമിച്ചില്ല. അവൻ ഉറക്കെ പറഞ്ഞു, നിന്റെ മകനും നിന്റെ കുടുംബവും ഉടൻ ഈ രാജ്യം വിട്ടുപോകണം. ഇനി മുതൽ നിങ്ങൾക്ക് ഈ കൊട്ടാരത്തിൽ സ്ഥലമില്ല. മന്ത്രി തകർന്നുപോയി. പക്ഷേ രാജാവിന്റെ ഉത്തരവിനെതിരെ ഒന്നും പറയാൻ അവനാൽ കഴിഞ്ഞില്ല. അവൻ തന്റെ കുടുംബത്തോടൊപ്പം രാജ്യം വിട്ടുപോകേണ്ടി വന്നു. ജമാൽ തടവിൽ. ഈ വാർത്ത അറിഞ്ഞപ്പോൾ രാജാവിന്റെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടിവന്നു. അപ്പാ, മുനീർ തെറ്റു ചെയ്തിട്ടില്ല. ദയവായി അവനെ പുറത്താക്കരുത്. പക്ഷേ രാജാവ് കോപത്തോടെ പറഞ്ഞു, നീ ഒരു രാജകുമാരിയാണ്. ഒരു മന്ത്രിയുടെ മകനോട് പ്രണയം കാണിക്കുന്നത് രാജകീയ മാനത്തെ അപമാനിക്കുന്നതാണ്. അതിനുശേഷം രാജാവ് ഒരു കടുത്ത ഉത്തരവ് നൽകി. ഹുസ്നുൽ ജമാലിനെ കൊട്ടാരത്തിലെ ഒരു മുറിയിൽ അടച്ചുവെച്ചു. അവൾക്ക് പുറത്തേക്ക് പോകാൻ അനുവാദമില്ല. ആരെയും കാണാൻ അനുവാദമില്ല. അവൾ ഒറ്റയ്ക്കായി. വൃദ്ധ പരിചാരക. രാജാവ് ജമാലിന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരാളെ നിയോഗിച്ചു. അതൊരു വൃദ്ധയായ സ്ത്രീയായിരുന്നു. അവൾ ജമാലിനെ ചെറുപ്പം മുതൽ നോക്കിയിരുന്ന ഒരാളായിരുന്നു. ഒരു ദിവസം അവൾ ജമാലിനെ കരയുന്നത് കണ്ടു. അവൾ ചോദിച്ചു, മോളെ, എന്താണ് നിനക്കിങ്ങനെ വിഷമം? അപ്പോൾ ജമാൽ തന്റെ ഹൃദയത്തിലെ രഹസ്യം പറഞ്ഞു. ബദറിൽ മുനീറിനോടുള്ള തന്റെ പ്രണയം. വൃദ്ധയ്ക്ക് അവളുടെ വേദന മനസ്സിലായി. അവൾ തീരുമാനിച്ചു, ഈ പ്രണയികളെ സഹായിക്കണം. അങ്ങനെ അവൾ രഹസ്യമായി മുനീറിനെ വിവരമറിയിക്കുകയും കത്തുകൾ കൈമാറുകയും ചെയ്തു. കത്തുകൾ വഴി അവർ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഒരു ദിവസം മുനീർ കത്തിലെഴുതി, ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല, നമുക്കിവിടെ നിന്ന് ഒളിച്ചോടണം. വൃദ്ധയായ പരിചാരകയും അവരുടെ സഹായിയായി. അവർ ഒരു പദ്ധതി തയ്യാറാക്കി. ഒരു രാത്രിയിൽ കൊട്ടാരത്തിന്റെ പിന്നിലെ കായലിൽ ഒരു വഞ്ചി കാത്തിരിക്കും. അവിടെ നിന്ന് അവർ ദൂരെയുള്ള നാട്ടിലേക്ക് പോകും. അവിടെ പുതിയ ജീവിതം തുടങ്ങും. ജമാൽ ആ ദിവസം കാത്തിരുന്നു. പക്ഷേ അവർക്കറിയാതെ ഒരാൾ അവരുടെ കത്തുകൾ കണ്ടിരുന്നു. അവൻ ജമാലിനെ മോഹിച്ചിരുന്ന ഒരാളായിരുന്നു. അവൻ കത്തുമാറ്റി മുനീറിന് വ്യാജ സന്ദേശം നൽകി. ജമാലിനും മറ്റൊരു സന്ദേശം നൽകി. ആ രാത്രി ജമാൽ കൊട്ടാരത്തിൽ നിന്ന് ഒളിച്ചിറങ്ങി. കായലിന്റെ തീരത്ത് ഒരു വഞ്ചി കാത്തിരുന്നു. അവിടെയിരുന്ന ആളെ അവൾ മുനീർ എന്ന് കരുതി. അവൾ വഞ്ചിയിൽ കയറി. വഞ്ചി മുന്നോട്ട് നീങ്ങി. കായലിന്റെ നടുവിലെത്തിയപ്പോൾ അവൻ തന്റെ മുഖം തുറന്നു. അത് മുനീറല്ലായിരുന്നു. അവൻ ചിരിച്ചു. രാജാവ് നിന്നെ എനിക്ക് കൊടുത്തില്ല, പക്ഷേ ഇപ്പോൾ നീ എന്റെ കയ്യിലാണ്. ജമാൽ ചതിയിൽ വീണെന്ന് മനസ്സിലാക്കി. അന്നേരം ആകാശത്തിലൂടെ ഒരു ദുഷ്ടജിന്ന് പറന്നുപോകുകയായിരുന്നു. വഞ്ചിയിലെ ശബ്ദം കേട്ട് അവൻ താഴേക്കിറങ്ങി. തീ പോലെ പ്രകാശിക്കുന്ന രൂപം. അവൻ ആ മനുഷ്യനെ ആക്രമിച്ചു. പിന്നീട് ജമാലിനെ എടുത്തു. ആകാശത്തിലേക്ക് പറന്നു. അവളെ തന്റെ ജിന്നുകളുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അവൻ പറഞ്ഞു, നീ എന്റെ ഭാര്യയായാൽ ലോകത്തിലെ എല്ലാ സമ്പത്തും നിനക്ക് നൽകാം. പക്ഷേ ജമാൽ കരഞ്ഞു, എനിക്ക് മുനീർ മാത്രം വേണം. അതേസമയം നാട്ടിൽ ജമാൽ കാണാതായ വാർത്ത പരന്നു. രാജാവ് തിരച്ചിൽ ആരംഭിച്ചു. മുനീറും അവളെ തേടി പുറപ്പെട്ടു. അവൻ കാടുകളും മരുഭൂമികളും കടന്നു. പക്ഷേ ഭക്ഷണവും വെള്ളവും തീർന്നു. ഒടുവിൽ മരുഭൂമിയിൽ അവൻ ബോധരഹിതനായി വീണു. അന്നേരം ആകാശത്തിലൂടെ ഒരു ജിന്ന് രാജകുമാരി യാത്ര ചെയ്യുകയായിരുന്നു. അവൾ താഴേക്ക് നോക്കിയപ്പോൾ ഒരാൾ മരുഭൂമിയിൽ വീണുകിടക്കുന്നത് കണ്ടു. അവൾ താഴേക്കിറങ്ങി. അവൻ ബദറിൽ മുനീറായിരുന്നു. അവൾ അവനെ രക്ഷിച്ചു. അവന്റെ കഥ കേട്ടപ്പോൾ അവളുടെ ഹൃദയം സ്പർശിച്ചു. അവൾ പറഞ്ഞു, നിന്റെ പ്രണയം സത്യമാണ്, ഞാൻ നിന്നെ സഹായിക്കും. ജിന്ന് രാജകുമാരി മുനീറിനെ ജിന്നുകളുടെ ലോകത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ദുഷ്ടജിന്നുമായി വലിയ പോരാട്ടം നടന്നു.
അവസാനം അവൻ തോറ്റു. കൊട്ടാരത്തിന്റെ ഒരു മുറിയിൽ ഹുസ്നുൽ ജമാൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. ജമാൽ. അവൾ തിരിഞ്ഞു നോക്കി. മുനീർ അവളുടെ മുന്നിൽ. അവൾ ഓടിയെത്തി. മുനീർ. ഇത്ര നാളത്തെ വേർപിരിയലിന് ശേഷം അവർ വീണ്ടും കണ്ടുമുട്ടി. സത്യമായ പ്രണയം എല്ലാ പരീക്ഷണങ്ങളും ജയിച്ചു. അവരെ ഒരുമിച്ച് കണ്ടപ്പോൾ ജിന്ന് രാജകുമാരിക്ക് ഒരുപോലെ സന്തോഷവും ദുഃഖവും തോന്നി. എപ്പോഴോ രാജകുമാരിയും അറിയാതെ ബദറുൽ മുനീറിനെ മോഹിച്ചു പോയിരുന്നു. പക്ഷേ ജിന്നു രാജകുമാരിക്ക് ബോധ്യമുണ്ടായിരുന്നു ജമാലും മുനീറും അത്രമേൽ പ്രണയിച്ചിരുന്നു എന്ന്. ജിന്നുകളുടെ ലോകത്തു നിന്നും അവരെ മനുഷ്യരുടെ ലോകത്തേക്ക് യാത്രയാക്കി.